രാം കെ നാം എന്ന ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ സംസ്ഥാനത്തൊക്കെ നടക്കുകയാണ്. ഡിവൈഎഫ്ഐ രാം കെ നാം കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലടക്കം പ്രദർശിപ്പിക്കുമെന്ന് അറിയിച്ചു. അതിനെ തടയാനായി സംഘപരിവാർ അനുകൂലികളുമുണ്ട്. എന്തായാലും വലിയ വിവാദം ഉണ്ടാക്കുകയാണ്. ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ 92-ൽ ആനന്ദ് പട്വർദ്ധൻ എന്ന സംവിധായകൻ പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് എങ്ങനെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യയിൽ ഒരു രാമക്ഷേത്ര നിർമ്മാണത്തിന് കളമൊരുക്കുന്നത് എന്നതായിരുന്നു അതിൻ്റെ ഇതിവൃത്തം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ വിവാദങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. ഇതുകൂടെ പരിശോധിക്കാം. ദാവൂദ് സർ, അതായത് 3 പതിറ്റാണ്ട് കഴിയുകയാണ് ആ ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴും ഭയപ്പെടുകയാണ് അതിൻ്റെ പ്രദർശനത്തെ പോലും. നമ്മൾ ഇന്ത്യയിൽ ഈ ഡോക്യുമെൻ്ററികളുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് നിശ്ചയമായും അടയാളപ്പെടുന്നതാണ് രാം കെ നാം ആനന്ദ് പട്വർദ്ധൻ്റെ രാം കെ നാം. പൊതുവേ ഡോക്യുമെൻ്ററികൾ എന്ന് പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത ബോറൻ ഏർപ്പാടുകളാണ്. പക്ഷേ ആനന്ദ് പട്വർദ്ധൻ്റെ പ്രത്യേകത നമുക്കൊരു സിനിമ കാണുന്നത് പോലെ തന്നെ ഡോക്യുമെൻ്ററി കണ്ടു നിൽക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഡോക്യുമെൻ്ററികൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ സമകാലിക സാഹചര്യത്തിലെ ഏറ്റവും ടച്ചി ആയിട്ടുള്ള ഏറ്റവും നിശ്ചയമായി സ്പർശിച്ചിരിക്കേണ്ട ഏതാണ്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. ദളിത് പീഡനമാവട്ടെ, ഈ പറയുന്ന ന്യൂനപക്ഷാവകാശങ്ങളാവട്ടെ, വർഗീയതയുടെ വളർച്ചയാവട്ടെ, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളാവട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വളരെ മനോഹരമായി ഡോക്യുമെൻ്ററി ചെയ്തിട്ടുള്ള ഒരു മികച്ച കലാകാരനാണ് അദ്ദേഹം. ആ നിലക്ക് രാജ്യത്തിന് പുറത്തും സ്വീകരിക്കപ്പെട്ടുള്ള ആൾ കൂടെയാണ്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന രാം കെ നാം. രാം കെ നാമിനെ കുറിച്ച് ജിൽസി നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ഇതിൻ്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടായിട്ട്. ഇപ്പോൾ ന്യൂയോർക്കിൽ അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി, അവിടെ അതിൻ്റെ പ്രദർശനം നടക്കുമ്പോൾ അവിടെയുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളുകൾ കയറി ചെന്ന് അതിനെ തടഞ്ഞ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. വിവിധ പടിഞ്ഞാറൻ യൂണിവേഴ്സിറ്റികളിൽ ഇതിൻ്റെ പ്രദർശനം നടന്നിട്ടുണ്ട്. ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധവും നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബരി മസ്ജിദ് റാം ജന്മഭൂമി ഇഷ്യൂവിൽ സംഘപരിവാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ 10-70 വർഷമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പൊളിച്ചടക്കുന്ന ഏത് സാധാരണക്കാരനും എളുപ്പം മനസ്സിലാക്കുന്ന ഒരു ഡോക്യുമെൻ്ററി എന്നുള്ളതാണ്. ഏറ്റവും മികച്ച പാഠപുസ്തകമാണ് ഈ രാം കെ നാം. അതുകൊണ്ട് ബാബരി മസ്ജിദ് ഇഷ്യൂ ചർച്ച ചെയ്യപ്പെടുമ്പോഴെല്ലാം പ്രദർശിപ്പിക്കാൻ, ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഉരുപ്പടിയാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ആ വർക്കിൻ്റെ ഒരു കരുത്ത് കൂടെയാണ്. അത് അത്രയും നമ്മൾ 92 സെപ്റ്റംബറിലാണ് അത് ഇറങ്ങുന്നത്. 92 ഡിസംബർ ആകുമ്പോൾ പള്ളി പൊളിക്കുന്നുണ്ട്. അത് മാത്രം ഇതിൻ്റെ പ്രദർശനം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കുകയും വിവാദങ്ങളുണ്ടാക്കുകയും, പിന്നെ ഈ ABVP-ക്കാർ ഇപ്പോൾ കൂടുതലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലാണ് അതിൻ്റെ പ്രദർശനം നടക്കുമ്പോൾ ABVP-ക്കാർ വന്ന് ബഹളം ഉണ്ടാക്കുക. പിന്നെ അതൊക്കെ നടന്നതിന് ശേഷം പിന്നെയാണ് യൂട്യൂബൊക്കെ വരുന്നത്. അദ്ദേഹം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിനെതിരായിട്ടുള്ള പ്രചാരണം, അതിൽ ഭയങ്കരമായി ഫ്ലാഗ് റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ യൂട്യൂബിൽ ഇപ്പോൾ കയറി നോക്കൂ ജിൽസി, ഇതാണ് റെസ്ട്രിക്റ്റഡാണ്, ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ ഇത് കാണിക്കുന്നത്. അങ്ങനെ അത്രയും റിപ്പോർട്ടിങ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിനെ ഇല്ലാതാക്കാൻ, ഇത് ആളുകൾ കാണാതിരിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ഈ റൈറ്റ് വിങ് ആളുകൾ നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസവും കോട്ടയം ഈ കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടത്. എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐ കാണുന്നത് സംസ്ഥാനത്ത് എല്ലായിടത്തും ഇത് പ്രദർശിപ്പിക്കാൻ അവരൊരുങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആരെങ്കിലും പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ എത്രയായാലും രാം കെ നാം കാണുക എന്ന് പറയുന്നത് അത് ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാവുന്ന ഒരു കാര്യമാണ്. അത് ആരെങ്കിലും പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരെ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടതാണ്. എനിക്കൊന്നും പക്ഷേ ഇലക്ഷന് മുമ്പായിട്ട് ഇതൊരു രാഷ്ട്രീയ ഉപകരണമായി ഒരുപക്ഷെ CPM കേരളത്തിൽ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അതേ സമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മളിത് സംസാരിക്കുന്ന അവസരം തന്നെയാണ് തിരുവനന്തപുരത്ത് ഒറ്റയാൾ സലീം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് പ്ലക്കാർഡ് വന്നി പ്രതിഷേധിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്നലെ ഈ ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ ഒരു പ്ലക്കാർഡും പിടിച്ച് നിന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ സാമുദായിക കലാപം ഉണ്ടാക്കൽ വകുപ്പ് ചേർത്തിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഈ പരിപാടി ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് കേരളത്തിൽ CPM പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് നടത്തിയത്. ഒരു വശത്ത് പൗരത്വ നിയമത്തിനെതിരായിട്ട് ഭയങ്കരമായിട്ട് പഞ്ച് ഡയലോഗുകൾ അടിക്കുക, മറുവശത്ത് അതിനെതിരായിട്ട് പ്രകടനം നടത്തുന്നവരെ, യോഗം നടത്തുന്നവരെ വ്യാപകമായി കേസെടുക്കുക. ആ കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇതൊരു തരം
എന്താണ് ഇതിൻ്റെ നടുവിൽ പിടിച്ച് കളിക്കുന്ന കളിയാണ്. ഇതിൽ പ്രതിഷേധിക്കുന്ന ആളുകൾക്കെതിരെ ഒരു വശത്ത് കേസെടുക്കുക, മറുവശത്ത് പ്രദർശനം തടഞ്ഞാൽ ഞങ്ങൾ ബദൽ പ്രദർശനം നടത്തുന്നുള്ളൂ. ഇത് വ്യാജമായിട്ടുള്ള, ഇത് ഡബിൾ സ്റ്റാൻഡേർഡാണ്. അതുകൂടെ പരിഹരിക്കാൻ ഡിവൈഎഫ്ഐക്ക് സാധിക്കണം. അപ്പോഴേ അതിൽ ആത്മാർത്ഥതയുള്ളതാണെന്ന് മനസ്സിലാക്കപ്പെടുകയുള്ളൂ. ജിംസി, അയോധ്യ വിഷയം ഉയർന്നു വരുമ്പോഴൊക്കെയാണ് ഈ രാം കെ നാം എന്ന ഡോക്യുമെൻ്ററിയും നമ്മൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ വീണ്ടും അത് ചർച്ചയായിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ഇത്രയധികം പൊള്ളിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ രാം കെ നാമിൽ വോയിസ് ഓവർ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു വോയിസ് ഓവർ പോലും അതിനില്ല. അത് ആളുകളുടെ ബൈറ്റ് ഓവർലാപ്പ് ചെയ്തു പോകുന്നു, പ്രഭാഷണങ്ങൾ കാണിക്കുന്നു. അതിലൊരു ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരു സംസാരമോ എഴുതിക്കാനുള്ള ഒന്നുമില്ല. പിന്നെ അതിൽ ഒഫൻസീവായിട്ട് RSSനും BJP ഒഫൻസീവായിട്ട് തോന്നാവുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത്, ഒരു ജനതാദൾ MLA രാജിവെച്ച് ഞാൻ BJPയിൽ ചേരുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ LK അഡ്വാണിയെ ബീഹാറിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ജനതാ പാർട്ടിയോടൊപ്പം ഇല്ല, ജനതാദളിലില്ല, ഞാൻ കോൺഗ്രസ്സിലോ BJPയിലോ ചേരാൻ പോകണമെന്ന് പറഞ്ഞിട്ട്, അല്ല BJP ചേരാൻ പോകണം അല്ലെങ്കിൽ കോൺഗ്രസ് ചേരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് MLA ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ നല്ല മദ്യപനാണ്, മദ്യപിച്ച് മതോന്മത്തനായിട്ട് അത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബൈറ്റ് എടുക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ മദ്യപിക്കുകയാണ്, രാവിലെ മുതലേ മദ്യപാനാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഇത് മദ്യപാനല്ല, ഇത് സോമരസമാണ്, അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടും, എന്താണ് ബുദ്ധി കൂടും എന്നാണ് അയാൾ പറയുന്നത്. അതൊക്കെയാണ് ഒരു ഒഫൻസീവ്. അത് BJP കാരനും അല്ല, ഒരു BJP MLA അല്ല, അതൊരു ജനതാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച ഒരാളാണ്. ഇത് മാത്രമാണ് അതിലൊരു ഒഫൻസീവ് എന്ന് എനിക്ക് തോന്നിയ ഒരു ഇതുള്ളൂ. ബാക്കി ഒന്നിലും ഒരു തരത്തിലും. അപ്പോൾ അതിൽ LK അഡ്വാണിയുടെ പ്രസംഗം കാണിക്കുന്നുണ്ട്, പിന്നെ AB ബർദൻ്റെ വളരെ മനോഹരമായൊരു സ്പീച്ച് അത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പലരുടെയും സ്പീച്ചുകളാണ് കാണിക്കുന്നത്, പലരുടെയും ബൈറ്റുകളാണ്. അയോധ്യയിൽ നിലവിലുണ്ടായിരുന്ന രാംലല്ല പ്രത്യക്ഷപ്പെട്ട രാമബിംബമുണ്ടല്ലോ, ആ ബിംബത്തിൻ്റെ പൂജാരിയുടെ ബൈറ്റുണ്ട്, അവിടുത്തെ മഹന്തുകളുടെ ബൈറ്റുകളുണ്ട്. അങ്ങനെ ബൈറ്റുകൾ വെച്ച് നാട്ടുകാരുടെ ബൈറ്റുകളുണ്ട്. വോക്സ് പോപ്പ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആളുകളോട് അവരോട് ചോദിക്കും, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട ആളുകളാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പാണ്, ഇത് നടക്കുന്ന രാഷ്ട്രീയ കളിയാണെന്ന് ആൾ പറയുന്നുണ്ട്. ഇത് രാഷ്ട്രീയ കളിയല്ല, അത് വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ വളരെ പ്രൊഫഷണലായി എടുത്തിട്ടുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ ഇപ്പോൾ അതിനെ എതിർക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് രാമജന്മഭൂമിയുടെ ചരിത്രം എന്നുള്ളത് ഒരു 80s കിഡ്സിന് മനസ്സിലാവും. 80കളിലൊക്കെ ജനിച്ച ആളുകൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അവർ കുട്ടിക്കാലത്ത്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഈ ബാബരി മസ്ജിദ് തകർന്ന സമയത്ത്. അപ്പോൾ അതിനു മുമ്പ് രാമായണം സീരിയൽ വരുന്നതും ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകളും ഈ കലാപത്തിൻ്റെ വാർത്തകൾ, ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായുള്ള രഥയാത്ര, അത് പല സ്ഥലങ്ങളിലും കലാപം ഉണ്ടാക്കുന്നത്, ആ വാർത്തകളെ വായിച്ചാണ് നമ്മൾ വളരുന്നത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് 5 പത്രം വായിക്കുന്നത് ബാബരി മസ്ജിദ് പൊളിച്ചതെന്നാണ്. ഞാൻ ഈ ഒരു പത്രം വല്ലപ്പോഴൊക്കെ, അത് എല്ലാ ദിവസവും വായിക്കുന്നില്ല, പക്ഷേ ഞാൻ പത്രം 5 എണ്ണമെങ്കിലും വായിച്ചത്. കാരണം നമ്മുടെ ആങ്സൈറ്റി ഉണ്ടല്ലോ, ഞാൻ വളരെ സിൻസിയറായിട്ട് പറയുകയാണ്, എനിക്ക് അന്ന് തോന്നിയൊരു ഫീല്, ഞാൻ രാഷ്ട്രീയമായി ചിന്തിക്കാൻ തോന്നുന്നത് അന്നാണ്. ദിസ് കൺട്രി ഡസൻ ബിലോങ് ടു മീ എന്ന് എനിക്ക് തോന്നുവാണ്. നമ്മൾ ആശങ്കാകുലരായിപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബാധിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കറിയാം എന്താണ് ഇതിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം, എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം പണിത് എങ്ങനെയാണെന്ന് അറിയാം. എത്രയോ മനുഷ്യരുടെ ചോരയിലും മൃതദേഹങ്ങളുടെ മുകളിലാണ് ഇന്നലെ ആ പ്രതിഷ്ഠ നടന്നതെന്നുള്ള ആൾക്കും മനസ്സിലാവും. അത് ഓർമ്മയുള്ള ആളുകളാണ്. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനോട് ഇപ്പോൾ എതിർപ്പ് വരുന്നത്. അതർവൈസ് ഇത് രാമജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ ഒരു നല്ല ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ് ഈ ഡോക്യുമെൻ്ററി. എങ്ങനെയാണ് അത് നടന്നത്, സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് LK അഡ്വാണി വരെ രഥയാത്ര നടത്തിയതും അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് പോലും കൊണ്ടുവന്നിട്ടുള്ള ഇഷ്ടികകളുടെ അതൊരു അപൂർവ ദൃശ്യങ്ങളാണ്. അതിൽ വളരെ അപൂർവമായ ചില ദൃശ്യങ്ങളുണ്ട്. ബാബരി മസ്ജിദിൻ്റെ സ്ട്രക്ചർ അതിൽ കാണിക്കുന്നുണ്ട്. പൊളിക്കുന്നതിന് മുമ്പാണ് അത് ചിത്രീകരിച്ചത്. ആ സ്ട്രക്ചർ അതിൽ കാണിക്കുന്നുണ്ട്. അയോധ്യയുടെ അന്നത്തെ കാലത്ത് വ്യത്യസ്തമായ ദൃശ്യങ്ങളുണ്ട്. അന്ന് നടന്നിട്ടുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിൽ അപൂർവങ്ങളും അമൂല്യവുമായ ഒരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ ഇപ്പോൾ അത് കാണുന്നതിനെ എതിർക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാരണം ആളുകൾ ഈ പഴയ കാര്യങ്ങൾ ഓർക്കും, ഇതെങ്ങനെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടതെന്നും ഇന്ത്യ എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തതെന്നും. അക്കാലത്ത് ഈ ബാബരി മസ്ജിദ് ഡെമോളിഷന് തൊട്ട് മുമ്പ് എങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ വിശ്വാസികളായ മനുഷ്യർ, രാമഭക്തർ കൂടിയായ മനുഷ്യർ എങ്ങനെയാണ് VHPയുടെ ഈ മുന്നേറ്റത്തെ തടഞ്ഞതെന്നും അതിനെതിരായ നിലപാട് സ്വീകരിച്ചതെന്നും അതിൽ കാണിക്കുന്നുണ്ട്. അതായത് CPI ബീഹാറിൽ ഈ പറയുന്ന ഈ വിദ്വേഷവും വിഭജനവും നടത്തുന്ന ഈ രഥയാത്രയ്ക്കെതിരെ ഒരു റാലി സംഘടിപ്പിച്ചു. അതിലാണ് ബർദൻ പ്രസംഗിക്കുന്നത്. ബെഗുസരായിലാണ് നമ്മുടെ കനയ്യകുമാറിൻ്റെ നാട്. അപ്പോൾ അവിടെ ഈ സാധാരണക്കാരായ മനുഷ്യർ തിങ്ങി നിറഞ്ഞ ഒരു വലിയ ജനസമുദ്രത്തെ നോക്കിയാണ് ബർദാൻ പ്രസംഗിക്കുന്നത്. ആ ജനസമുദ്രം എന്താണ്? ഇവരുടെ ഈ നീക്കത്തിനെതിരായി നിലപാട് സ്വീകരിച്ച മനുഷ്യരാണ് അവർ. അപ്പോൾ അന്നത്തെ ജനം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കണ്ടതെന്നും അന്നത്തെ ജനം എങ്ങനെയാണ് ഇതിനെ ചെറുത്ത് നിന്നതെന്നും, ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് എങ്ങനെയാണ് ഈ രഥയാത്ര തടഞ്ഞതെന്നും, VP സിംഗ് എങ്ങനെയാണ് ഇവരുടെ മണ്ഡൽ പൊളിറ്റിക്സിന് നേരിട്ടതെന്നൊക്കെ അതിൽ വിശദമായി പറയുന്നുണ്ട്. അതാണ് ഇവരുടെ പ്രശ്നം.
അല്ലാതെ ഇതൊരു ദേശീയ ഐക്യത്തിൻ്റെ എല്ലാവരുടെയും സർവ്വസമ്മതി നേടിയ ഒരു നീക്കമല്ല, അങ്ങനെയല്ല ഇത് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് കുറേ കൂടി ആളുകൾ ഓർക്കാൻ അത് ഇടയാക്കി. കൂടുതൽ പേർ ഇപ്പം അതിൻ്റെ വ്യൂവർഷിപ്പ് നോക്കിക്കോളൂ യൂട്യൂബിൽ. ഇന്നത്തെ വ്യൂവർഷിപ്പ് ആയിരിക്കില്ല നാളെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. ഇപ്പം തന്നെ മില്യൺസ് ഓഫ് പീപ്പിൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ആൾ കാണും, അത്ര തന്നെ. യെസ്.